സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ TK രാജഗോപാലാണ്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, ഈ ധർമ്മസ്ഥലയിൽ ഉണ്ടായ ഒരു വിവാദം സാറിന് ഓർമ്മയുണ്ടല്ലോ. ഇപ്പോൾ ആ ധർമ്മസ്ഥലയിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ കഴിഞ്ഞ ഉണ്ടായ വിവാദത്തിലെ ഒന്നാം പ്രതിയായിട്ടുള്ള വ്യക്തി അത്തരത്തിലുള്ള വിവാദം തന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്, ചിലർ ചേർന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞതനുസരിച്ച് ഞാൻ ചെയ്തതാണ് എന്നൊരു വെളിപ്പെടുത്തൽ. ആ ഒന്നാം പ്രതിയുടെ പേര് ചിന്നയ്യ എന്നാണ്. ഈ ചിന്നയ്യ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. അത് തമിഴ്നാട്ടിലെ ഒരു പ്രമുഖ താരമാണ് തന്നെക്കൊണ്ട് അത് പറയിപ്പിച്ചത് എന്ന് പറഞ്ഞു. സാർ, എന്തൊക്കെയാണ് സാർ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ വരെ ഇദ്ദേഹം ഈ പറയുന്ന വ്യക്തി പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്. സാർ, ഞാനായിട്ട് അത് പറയുന്നില്ല, എന്താണ് ഈ സംഭവ വികാസങ്ങൾ ഒന്ന് പറയാമോ? പ്രകാശ് രാജ് എന്നാണ് നടന്റെ പേര്. അദ്ദേഹം സൗത്ത് ഇന്ത്യയിലെ പ്രശസ്തനായ നടനാണ്. യുവദാസ് പറഞ്ഞു ശരിയാണ്, സൗത്ത് ഇന്ത്യയിലെ പ്രശസ്തനായ നടനാണ്. മലയാളത്തിലും കുറെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രശസ്തി നടൻ എന്നുള്ളത് മാത്രമല്ല, ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. അതേപോലെ തന്നെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയവുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. രാഷ്ട്രീയമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള വർഗീയതയും മറ്റെയൊക്കെ ഞാൻ എതിർക്കും എന്നൊക്കെ പറഞ്ഞ് വളരെ ശക്തമായിട്ട് പ്രചരണം നടത്തുന്ന ഒരാളും കൂടിയാണ്. ഒരു BJPക്കെതിരെ വലിയ പ്രചരണമൊക്കെ നടത്തുന്ന ഒരാളും കൂടാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളാണ് പ്രകാശ് രാജ. അതുകൊണ്ടാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത്. പക്ഷെ ഇദ്ദേഹം വ്യക്തി ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും അല്ല. കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ല, അദ്ദേഹത്തിന്റെ അമ്മയുടെ ശവസംസ്കാര ചടങ്ങില് പിന്നെ പള്ളിയിൽ അദ്ദേഹം വലിയ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അത് പിന്നെ വ്യക്തിപരമാണ്. അത് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എല്ലാം കൂടെ പറയരുതെന്നൊക്കെ പറഞ്ഞ് അവര് തിരിച്ചടിക്കുന്നുണ്ടായിരുന്നു. അത്തരം ഇദ്ദേഹം ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ തിരിച്ചടിക്കുന്നതും ഉണ്ടായിരുന്നു. നമ്മൾ പറയുമ്പോൾ എല്ലാത്തിനും ഒരു യൂണിഫോമിറ്റി വേണം എന്നൊക്കെ പറഞ്ഞ. അപ്പൊ അത്തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് ഈ പ്രകാശ് രാജ് എന്ന് പറയുന്നത്. എല്ലാത്തിന്റെയും നടുക്ക് ഇദ്ദേഹത്തിനുണ്ട്. ഇപ്പൊ ഈ ചുക്ക് ചേരാത്ത കഷായമില്ലെന്ന് പറഞ്ഞ പോലെ ഏത് വിവാദം ഇത്തരത്തിൽ സൗത്ത് ഇന്ത്യയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാലും അതിന്റെയൊക്കെ നടുവിലൊക്കെ ഒരു ഒന്നിൽ അതിന്റെ പോസിറ്റീവ് വശത്തായിരിക്കും, നെഗറ്റീവ് വശത്തായിരിക്കാം. അദ്ദേഹം അഭിപ്രായം പറയുന്ന ആളാണ്. അതാണ് പ്രകാശ് രാജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു നടനാണ് അദ്ദേഹം. അപ്പൊ ഈ നടനാണ് ഇപ്പൊ വിവാദത്തിൽ വന്നുപെട്ടിരിക്കുന്നത്. അത് അപ്രതീക്ഷിതമായ ടെസ്റ്റാണ്, വളരെ അപ്രതീക്ഷിതമായ ടെസ്റ്റാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ധർമ്മസ്ഥല എന്ന് പറയുന്നത് പിന്നെ കർണാടകത്തിലെ ദക്ഷിണ നമ്മുടെ കേരളത്തോട് ചേർന്ന് മംഗലാപുരത്ത് നിന്നിട്ട് 70 കിലോമീറ്റർ അകത്തോട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ്. വനപ്രദേശമാണത്, ഉൾവനമാണ്. ധാരാളം ഭൂമിയുണ്ട് ആ ക്ഷേത്രത്തിന്. ഇഷ്ടം പോലെ ഏക്കർ കണക്കിന് ഭൂമി അവർക്കുണ്ട് അതിന്. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്ഷേത്രമാണ്. ഇപ്പോഴ് ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ പോകുന്നുണ്ട് കേട്ടോ. ഭക്തജനങ്ങൾ പോകുന്നുണ്ട്. ഒരു ട്രസ്റ്റാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാലത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നദാനമാണ്. ഏത് സമയത്തും ആഹാരം ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ആഹാരം കൊടുക്കുന്ന വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ്. ഇപ്പൊ ഈ വിവാദമൊക്കെ വന്ന ശേഷമാണ് ഇവിടുത്തെ വലിയ വൻ തിരക്കുമാണ്. മലയാളികളടക്കം ധാരാളം പേര് ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വിവാദം ഉണ്ടായി. ആ വിവാദം അതാണ് ചിന്നയ്യയെ കുറിച്ച് ഇപ്പോഴ് അയ്യപ്പദാസ് പറഞ്ഞത്. ചിന്നയ്യ എന്ന് പറയുന്ന ഒരു തൊഴിലാളി ഒരു സംഭവം വെളിപ്പെടുത്തുകയാണ്. അതിന് ചിന്നയ്യ നേരിട്ടല്ല പറയുന്നത്. യൂട്യൂബർ ഒരു സമീർ എന്ന് പറയുന്ന ഒരു മലയാളിയായ കോഴിക്കോട് ആ ഭാഗം കണ്ടുള്ളതാണ്. ഈ യൂട്യൂബർ സമീറിന്റെ വീഡിയോയിൽ കൂടാണ് ഇത് പുറത്തു വരുന്നത്. അപ്പൊ ചിന്നയ്യ വെളിപ്പെടുത്തുന്നു, ഈ തൊഴിലാളി വെളിപ്പെടുത്തുന്നു, ഞാൻ ഈ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ട ഏതാണ്ട് 100ഓളം സ്ത്രീകളെ കുഴിച്ചിട്ടിട്ടുണ്ട്. ആലോചിച്ച് നോക്കുക. ആ ക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടമായിട്ട് ഞാൻ 100ഓളം സ്ത്രീകളെ, അവർ ബലാത്സംഗം ചെയ്യപ്പെട്ടവരുമാണ്, അവരുടെ കുഴിച്ചിട്ടിട്ടുണ്ട്, അവരുടെ അസ്ഥികൂടങ്ങളും ഒക്കെ ഇവിടെ കിടപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണ്. നമ്മൾ പറഞ്ഞാൽ ഇടുത്തി പോലത്തെ വലിയ വാർത്തയാണ്, ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ്. 100ഓളം സ്ത്രീകളെ കുഴിച്ചിട്ടെന്ന് പറയുന്ന ആൾ തന്നെ വെളിപ്പെടുത്തുകയാണ്. വലിയ ഇഷ്യൂ ആയി. അതേ തുടർന്ന് ഒരു സ്ത്രീയെ അവരുടെ മകളെ കാണാനില്ല എന്നുള്ള പരാതി കൊടുത്തിരുന്നു. ആ സ്ത്രീ രംഗത്ത് വരുന്നു. അങ്ങനെ വലിയ വിവാദം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടു. അതിപ്പോ മലയാളികൾ ആയ ഒരു സ്ത്രീയുടെ ഒരു പരാതി വരുന്നു, അവരുടെ മകളെ കാണാനില്ല, അവര് ഇതുപോലെ മംഗലാപുരത്തിന് പോയതാണ്, കണ്ടില്ല എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇതിനെല്ലാം കണക്ഷൻസും വരുന്നു. അപ്പൊ വിവാദം കത്തിപ്പടർന്നതിനെ തുടർന്ന് കർണാടക സർക്കാർ ഇത് അന്വേഷിക്കാൻ തീരുമാനിച്ചു. കാരണം വലിയ പ്രശ്നമല്ലേ, ഒരു വലിയ ക്ഷേത്രം, മഹാക്ഷേത്രം, ധാരാളം ഭക്തജനങ്ങൾ വരുന്നു, അതിന്റെ ചുറ്റുവട്ടത്തോളം 100ഓളം സ്ത്രീകളെ കുഴിച്ചിട്ടൊന്നും വന്നു കഴിയുമ്പോൾ
ഈ ക്ഷേത്രത്തിലേക്ക് ആളുകൾ പോകാത്ത ഒരു ഭയമായി. അതാണ് അതിന്റെ റിസൾട്ട് അവിടെ ഉണ്ടായത്. പെട്ടെന്നുണ്ടായ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തേക്ക് പോലും ആളുകൾ പോകാൻ ഭയമായി. അവിടെ ചെല്ലുന്ന സ്ത്രീകളെ പിടിച്ചോണ്ട് പോവുകയോ ഇത്തരത്തിലൊക്കെ ബലാത്സംഗം ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട്. അത്തരം ചില വീഡിയോകളും വന്നിരുന്നു കേട്ടോ. അത്തരം ചില വീഡിയോകളുണ്ട്. അവിടുത്തെ ഒരു ഹോട്ടലോ ഏതാണ്ട് പിന്നെ ചുറ്റുവട്ടത്തെ ഏതാണ്ടൊക്കെ കടകളും ഹോട്ടലും ഒക്കെ കാണിച്ചിട്ട് ഒരാള് ഒരു എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഭാര്യയുമായിട്ട് അവിടെ താമസിക്കാൻ ചെന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി, ഗുണ്ടകൾ വന്ന് മുറി മുട്ടി എന്നൊക്കെ പറഞ്ഞ ചില വീഡിയോകളും നോക്കുക. അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് വേറെ ചില വീഡിയോകളും ഒക്കെ വന്നു. ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ഈ ക്ഷേത്രത്തിലേക്ക് ആളില്ലാതായി. ഭക്തജനങ്ങൾ പോകുന്ന സ്ഥിതിയായി. ഇപ്പൊ കർണാടക സർക്കാർ വളരെ ശക്തമായിട്ട് ഇടപെട്ടു. സിദ്ധരാമയ്യ സർക്കാരായിരുന്നു, അവർ വളരെ ശക്തമായിട്ട് ഇടപെട്ടു. അവർ പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചു. പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ച അന്വേഷണം മുന്നോട്ട് വരികയാണ്. അപ്പൊ അതിനിടയിലാണ് ഒന്ന് രണ്ട് പരിസ്ഥിതി പ്രവർത്തകരെ, ഒരു മഹേഷ് ഷെട്ടി എന്നൊക്കെ പറയുന്ന ചില പരിസ്ഥിതി പ്രവർത്തകരെ, ഇവരെയൊക്കെ സംശയിച്ച ചില അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു. അപ്പൊ ഈ അന്വേഷണങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതോറും പക്ഷെ ഇത് സജീവമായിട്ട് പോകുന്നില്ല. അപ്പൊ ഒരു ഗവൺമെന്റ് ഒരു കാര്യം ചെയ്തു, പിന്നെ എങ്ങനെ ഇത് തെളിച്ചെടുക്കാനാണ്? അപ്പൊ അതൊരു കാര്യം ചെയ്യാം, അവിടെ കുഴിക്കാം, ക്ഷേത്രത്തിന് ചുറ്റും ഇയാൾ കാണിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളെല്ലാം കുഴിക്കാം എന്ന് തീരുമാനിച്ചു. ആ സമയത്താണ് ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാറാണ് ശരിക്കും ഇതിനകത്ത് ഇടപെട്ടത്. അന്ന് അദ്ദേഹം ഉപമുഖ്യമന്ത്രിയാണ്, ഇപ്പൊ കർണാടകത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയായ DK ശിവകുമാർ അദ്ദേഹം വലിയ ഭക്തനാണ്. അദ്ദേഹം ശക്തമായിട്ട് ഇടപെട്ട വിഷയത്തിൽ. അദ്ദേഹം പറഞ്ഞു അങ്ങനെ വേണ്ട, സാധാരണ പോലീസ് അന്വേഷിക്കേണ്ട, ഞാനൊരു SIT അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഫോം ചെയ്ത അദ്ദേഹം. എന്നിട്ട് ആ സംഘമാണ് കേസ് അന്വേഷിച്ചത്. അവരെന്ത് ചെയ്തു? അവർ ഈ പറയുന്ന ചിന്നയ്യയും കൊണ്ട് പോയിട്ട് ഇയാൾ കാണിച്ചു കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങൾ, ഇവിടെ കുഴിച്ചിട്ടു, അവിടെ കുഴിച്ചിട്ടു, ഇയാൾ ക്ഷേത്രത്തിന്റെ ഈ ഭാഗത്താണെന്ന് പറയുന്നിടത്തെല്ലാം ഇയാൾ കാണിച്ചു കൊടുക്കുന്നിടമെല്ലാം കുഴിക്കുക, JCB ഉപയോഗിച്ച് മാന്തുക, മണ്ണ് മാന്തുക, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടൊന്നും ഇയാൾ പറയുന്ന 100 നമ്പറിലേക്കൊന്നും കിട്ടത്തില്ല. 1-2 തലയോട്ടികളോ അസ്ഥികളോ ഏതാണ്ടൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മനുഷ്യന്റെ ആണെന്ന് കൺഫേം ചെയ്യാനും പറ്റുന്നില്ല. പറഞ്ഞില്ലേ, ഒരു പക്ഷെങ്കിൽ അത് നദിയുടെ തീരത്താണ് കിടക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നദീതീരത്തു നിന്നും വല്ല ഒഴുകി വന്ന അസ്ഥികൂടങ്ങളാണോ അല്ലെങ്കിൽ തലയോട്ടികളാണോ, അത് തന്നെ പുരുഷന്റെയാണോ സ്ത്രീയുടേതാണോ, ഇത്തരത്തിലൂടെ ഐഡന്റിഫിക്കേഷൻ സാധ്യമല്ലാത്ത രീതിയിലുള്ള കുറച്ച് വസ്തുക്കളൊക്കെ അവിടെ നിന്ന് കിട്ടി. അത് തന്നെ എണ്ണത്തിൽ വളരെ കുറവാണ്. പക്ഷെ ചിന്നയ്യ പറയുന്ന നമ്പർ ഒരിക്കലും അവിടെ വരുന്നില്ല. ഇപ്പൊ 100ഓളം സ്ത്രീകളെ കുഴിച്ചിട്ടെങ്കിൽ പകുതിയെങ്കിലും കാണണ്ടേ അവിടെ? ഇതൊന്നും കാണുന്നില്ല. ഇത് വന്നു കഴിഞ്ഞപ്പോൾ SITക്ക് സംശയമായി. അവരെന്ത് ചെയ്തു? ഇവരെല്ലാം കസ്റ്റഡിയിലെടുത്തു. ഇവരെല്ലാം പ്രതികളെ എല്ലാം നമ്മുടെ ഈ പറയുന്ന ആരോപണം ഉന്നയിച്ചവരെല്ലാം കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ പുറകിൽ ഒരു വലിയ റാക്കറ്റ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് മനസ്സിലായത്. അതായത് ഭൂമി കയ്യേറ്റം, റിയൽ എസ്റ്റേറ്റ് മാഫിയ ഇതിന്റെ പുറകിൽ കിടന്ന് കളിക്കുന്നു എന്നുള്ളത് അന്നേരമാണ് മനസ്സിലായത്. കാരണം ഫലഭൂഷ്ടമായ സ്ഥലമാണ്, ഏക്കർ കണക്കിന് സ്ഥലം കിടക്കുകയാണ് അവിടെ. വാഹന സൗകര്യങ്ങൾ പരിമിതമായ വാഹന സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ടും ഈ പറയുന്നത് പോലെ ഒറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ടും ഈ ട്രസ്റ്റിന്റെ കീഴിൽ കിടക്കുന്നത് കൊണ്ടും ഇത് തുച്ഛമായ വിലയ്ക്ക് ചിലവ് കിട്ടും. അപ്പൊ അങ്ങനെ ഒരു മോഹം ഇതിനകത്തുണ്ട്. ഒരു കോൺഗ്രസ് നേതാവായ തമിഴ്നാട്ടിലെ ഒരു നേതാവ്, ഒരു കാലം അദ്ദേഹം അവിടെ സബ് കളക്ടറോ ഒക്കെ ആയിരുന്ന ഒരാളാണ്. അദ്ദേഹമൊക്കെയാണ് ഇത് ചൂണ്ടിക്കാണിച്ചെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു സാധ്യത ഇവിടെ ഉണ്ട്. കാരണം വളരെ തുച്ഛമായ വിലയ്ക്ക് ഭൂമി കിട്ടാൻ സാധ്യത ഉണ്ടെന്നുള്ളത് ചൂണ്ടിക്കാണിച്ചു എന്നാണ് അന്ന് ആരോപണം വന്നിരുന്നു. എന്തായാലും അദ്ദേഹം പിന്നീട് ഈ പറയുന്നത് പോലെ ഈ മാഫിയ സജീവമായിട്ട് അങ്ങ് ഇടപെട്ടു. അങ്ങനെയാണ് ഈ മലയാളി യൂട്യൂബറൊക്കെ ഇതിനകത്ത് ചെന്ന് വിടുന്നെന്നാണ് പറയുന്നത്. അങ്ങനെ വന്നിട്ട് പോലീസ് അന്വേഷണം വന്നു കഴിഞ്ഞപ്പോൾ സംഭവം അന്വേഷിച്ചപ്പോൾ ശരിയാണ്, ചെറിയ വിലയ്ക്ക് അവിടെ ഭൂമി കയ്യേറ്റത്തിന് വേണ്ടി ഒരു വലിയ റിയൽ എസ്റ്റേറ്റ്, ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഏക്കർ കണക്കിന് കിട്ടും, ഒരു പക്ഷെങ്കിൽ എന്താണ് അവരുടെ ലക്ഷ്യം എന്നുള്ളത് പിടി കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ SIT അന്വേഷണം വളരെ വിപുലീകരിച്ചു. അവർക്ക് മനസ്സിലായി ഇതിന്റെ പുറകിലുള്ള ലക്ഷ്യം എന്താണെന്ന് പിടികിട്ടി. ക്ഷേത്രത്തെ തകർത്തില്ലാതാക്കുക, അതോടൊപ്പം തന്നെ ഭൂമി കയ്യേറുക, ഈ 2 ലക്ഷ്യങ്ങളാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ചിന്നയ്യ അടക്കമുള്ളവരെ കസ്റ്റഡിയിലെടുത്തപ്പോൾ ചിന്നയ്യ സത്യം വിളിച്ചു പറഞ്ഞു. ചിന്നയ്യ ഉള്ള കാര്യം പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെയാണ്, അയാളൊരു സാധാരണ പണിക്കാരൻ എന്നുള്ളതേ ഉള്ളൂ. അവിടെ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ ഇവര് മഹേഷ് ഭട്ടിന്റെയും ഈ പരിസ്ഥിതി പ്രവർത്തകൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഇവരുടെയും അല്ലെങ്കിൽ ഈ യൂട്യൂബർ ഇവരുടെയൊക്കെ പ്രേരണ കൊണ്ടാണ് ഞാനത് പറഞ്ഞത്, ഇത്തരം കാര്യങ്ങൾ ചെയ്തത്. ഇതിനകത്തിൽ വലിയ സത്യാവസ്ഥ ഒന്നും ഇല്ല എന്നൊക്കെയുള്ളൊരു അർത്ഥസത്യം വരെ ഈ ചിന്നയ്യ പറഞ്ഞു നിർത്തി. വെളിപ്പെടുത്തൽ നടത്തേണ്ടി വന്നു, സത്യം പറയേണ്ടി വന്നു. അല്ല സാർ, സത്യം പറയേണ്ടി വന്നു. പക്ഷെ അത് പൂർണ്ണമായിട്ടും പറഞ്ഞില്ല യേശുദാസ്. അന്നേരം അതിൽ പൂർണ്ണമായിട്ടും പറഞ്ഞിരുന്നില്ല, ഭാഗികമായിട്ടൊക്കെ സത്യം പറഞ്ഞു. അപ്പൊ അന്വേഷണം വീണ്ടും സജീവമാക്കാൻ തീരുമാനിച്ചു.
ആ സമയത്ത് വീണ്ടും പറഞ്ഞു അവിടെ ഇവിടെയൊക്കെ പിന്നെയും ചില അസ്ഥികൾ കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം നദീതീരത്തും ഇതൊക്കെ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമല്ലേ, അവിടെ ഇപ്പൊ മനസ്സിലായി. പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം, ഒന്നോ രണ്ടോ എണ്ണം അവിടെ ഇവിടെയൊക്കെ കിട്ടിയിട്ടുണ്ടാകാം. പക്ഷെ അതെന്ന് മനസ്സിലായി. പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വ്യാപ്തിയുള്ള ഒരു കാര്യമാകുമെന്ന് ആരും കരുതിയില്ല. മനസ്സിലായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കേസ് അന്വേഷണം ഇങ്ങനെ ഇപ്പൊ ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ കേസ് വ്യവഹാരങ്ങളും മറ്റു തെളിവുകളും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇപ്പൊ ഇംഗ്ലീഷ് പത്രങ്ങളും ഒക്കെ പറയുന്ന തീരുമാനം അനുസരിച്ച് കഴിഞ്ഞ ദിവസത്തെ എന്ത് ചെയ്തു? കർണാടക ഹൈക്കോടതിയിൽ കൊണ്ടുവന്നൊരു ഹർജി കൊടുത്തു ചിന്നയ്യ. കാരണം അയക്ക് സഹിക്കാൻ വയ്യാതായി. ഇപ്പൊ കേസ് അന്വേഷണം തീരുമാനം എന്നൊക്കെ പറയുന്നത് കുടുംബജീവിതമുള്ള ഒരു മനുഷ്യനായിരിക്കും. അപ്പൊ അങ്ങനെ വന്നു അതെ. കഴിഞ്ഞപ്പോഴത്തേക്ക് അയക്ക് വീട്ടിൽ കയറാൻ വയ്യാത്തൊരവസ്ഥയായി. കേസും നടപടികളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാളെ കർണാടക ഹൈക്കോടതി കൊണ്ടുവന്നിട്ട് ഈ പൂർണ്ണ സത്യം വെളിപ്പെടുത്തി. കർണാടക ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന ഹർജി, അദ്ദേഹം കൊടുത്തിരിക്കുന്ന ചിന്നയ്യ കൊടുത്തിരിക്കുന്ന ഹർജി എന്ന് പറയുന്ന അവിടെ ബോധിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ പുറകിൽ നടൻ പ്രകാശ് രാജാണെന്നാണ്. അതാണ് അയാളെ കോടതി വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രകാശ് രാജ് എന്നൊരു നടനാണ് എന്നെ പ്രലോഭിച്ചത് അയാളായിരുന്നു. മഹേഷ് ഭട്ടിന്റെയൊക്കെ പുറകിൽ പ്രകാശ് രാജ് എന്നൊരു നടനായിരുന്നു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് 50 ലക്ഷം രൂപ തരാമെന്നാണ്. നോക്കുക, തുക ആലോചിച്ച് നോക്കുക. 50 ലക്ഷം രൂപ. ഒരു പക്ഷെങ്കിലായിട്ട് ചിന്തിക്കാനോ സ്വപ്നം കാണാനോ കഴിയാത്ത തുകയായിട്ട്, ഒരു കൂലിപ്പണിക്കാരനാണല്ലോ. 50 ലക്ഷം രൂപ തന്നേക്കാം, നിങ്ങൾ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ പറഞ്ഞു എന്നുള്ളത്. അങ്ങനെ ആ പറച്ചിലാണ് ഈ യൂട്യൂബർ എടുത്തിട്ട് പ്രചരിപ്പിച്ചതും. ഇതിനെ തുടർന്ന് ഇത്തരത്തിലുള്ള ചില സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ രംഗത്ത് വരികയും അവരുടെ മകളെ കണ്ടില്ല, പിന്നെ അങ്ങനെ പറഞ്ഞിട്ടൊക്കെയുള്ള കണക്ഷൻസും ഒക്കെ വന്നത് ഇതേ തുടർന്നാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇയാൾ സത്യം അങ്ങ് പറഞ്ഞു. സത്യം എന്ന് വെച്ചാൽ കോടതി കൊടുത്തിരിക്കുകയാണല്ലോ, ഇനിയിപ്പോ അത് മാറ്റി പറയാൻ സാധ്യമല്ല. കർണാടക ഹൈക്കോടതി കൊടുത്തു. എന്നിട്ട് മറ്റൊരാവശ്യം കൂടെ വെച്ചിട്ടുണ്ട്, എന്നെ പെട്ടെന്ന് ഈ കേസ് ഒന്ന് അന്വേഷണം തീർക്കണം, എനിക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ ഉള്ള ഒരു മട്ടിലുള്ള കരച്ചിൽ ഉള്ള ഒരു ഹർജിയാണ് ഇപ്പൊ കർണാടക ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് നടൻ അറിഞ്ഞു. ഇപ്പൊ വാർത്തയായി, വലിയ വാർത്തയായി. പിന്നെ കന്നഡ പത്രങ്ങളിൽ വലിയ വാർത്തയായി, ഇംഗ്ലീഷ് പത്രങ്ങളിൽ വലിയ വാർത്തയായി. നമ്മുടെ മലയാളം പത്രങ്ങളൊക്കെ ഇന്നത് ക്യാരി ചെയ്തിട്ടുണ്ട്, ഇന്നത് എടുത്തിട്ടുണ്ട് അത്തരം വാർത്തകൾ. ആ സമയത്താണ് പ്രകാശ് രാജ് പ്രതികരിച്ചു. പ്രകാശ് രാജ് പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നത്, ഞാനിപ്പോ സ്ഥലത്തില്ല, ഞാനിപ്പോ നാട്ടിലില്ല, അല്ലെങ്കിൽ പിന്നെ ഇതിന് ഒരു പ്രതികരണം പെട്ടെന്ന് തരത്തക്ക ഒരു സാഹചര്യത്തിലല്ല ഞാനുള്ളത്. ഞാൻ നാട്ടിലെത്തിക്കഴിഞ്ഞ ശേഷം, അല്ലെങ്കിൽ ഇതിനൊരു സാഹചര്യം വന്ന ശേഷം, ഇത് വളരെ ശ്രദ്ധ പിടിച്ചൊരു വാർത്തയാണല്ലോ, എനിക്കെതിരെ വന്നിരിക്കുന്ന വലിയ ഗുരുതരമായ ആരോപണമാണ്. വളരെ വലിയ വാർത്തയായിരുന്നു ഈ മുഖ്യധാര മാധ്യമങ്ങളെ. അല്ല സാർ, നമുക്കിത് ഓർമ്മയുണ്ട്, മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഇതിന്റെ പിറകെ പോയതൊക്കെ ഓർമ്മയുണ്ട്. തീർച്ചയായിട്ടും അത് വലിയ സംഭവമല്ലേ അയ്യപ്പദാസെ, വലിയ സംഭവമാണ്. ഇതിനകത്ത് നമ്മുടെ മലയാളി സംഘടനകള്, KP ശശികല ടീച്ചറൊക്കെ ഇടപെട്ടിരുന്നു വിഷയത്തില്. ശശികല ടീച്ചറൊക്കെ ശക്തമായിട്ട് പ്രതിഷേധിച്ചിരുന്നു. കാരണം എന്ന് വെച്ചാല് ഈ ക്ഷേത്രം തകർക്കുകയാണെന്നുള്ളത് അവർക്കത് മനസ്സിലായി. ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്ക് തടയുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണല്ലോ ഈ ഇത്തരത്തിലുള്ള ലോബികളുടെ പ്രധാന പരിപാടി. അതാണ് ഒരു ക്ഷേത്രം, അവിടൊക്കെ ഈ പറഞ്ഞ പോലെ ഏക്കർ കണക്കിന് ഭൂമിയോ ചുറ്റുവട്ടത്തൊക്കെ ഇത്രയും ഭൂമിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം ഇവരുടെ കണ്ണതയിലാണല്ലോ. ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയുടെ കണ്ണെന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിലാണ്. അപ്പൊ അതിനെന്ത് ചെയ്യണം? ആദ്യം ക്ഷേത്രത്തെ ഇല്ലാതാക്കണം. അവിടത്തേക്ക് വരുന്ന തീർത്ഥാടകരുടെ പിന്നെ ഓരോന്ന് പറഞ്ഞു മടിപ്പിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. ഒരു പക്ഷെങ്കിൽ നേരിട്ട് കയറി മുട്ടാനുള്ള ഒരു സാഹചര്യം ഒന്നും ഉണ്ടാകത്തില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാണ്? ഇത്തരത്തിൽ പേടിപ്പിച്ചാൽ മതി. ഏതായാലും സാർ, നമ്മുടെ സംസാരത്തിന്റെ ഒരു ചുരുക്കെഴുത്തുന്ന രീതിയിൽ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, സാർ, പ്രകാശ് രാജ് ഇതിൽ ഇടപെട്ട് ഇത്തരത്തിലൊരു കഥ, ഇതിപ്പോൾ ഒരു പ്രകാശ് രാജ് ഉണ്ടാക്കിയ കഥയല്ല, ഇത്തരത്തിൽ ക്ഷേത്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടും അല്ലാതെയും ഒക്കെ ഇങ്ങനെ ഭക്തസമൂഹത്തിന് മുറിവേൽപ്പിക്കുന്ന നിരവധി വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. സാർ, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഇവർക്കൊക്കെ ഇങ്ങനെ ഒരു തോന്നൽ തന്നെ ഉണ്ടാകുന്നു? ഇങ്ങനെ ഒരു പടച്ചു വിട്ടൊരു കഥയുണ്ടാകുമ്പോൾ കുറേ പേര് അതിൻ്റെ പിറകെ ഇറങ്ങി, അപ്പോൾ ഒരു ഏതിലും വാർത്ത കാണുന്ന ഒരു രീതിയാണോ, അതോ ഈ ക്ഷേത്ര ആചാരങ്ങളെയും ഹിന്ദു സമുദായത്തിനെയും ഭക്തരെയും ഒക്കെ മുറിവേൽപ്പിക്കത്തക്ക രീതിയിലുള്ള ഇവരുടെ ഒരു വല്ലാത്ത ഹിഡൻ അജണ്ടയാണോ, ഈ ഒളിച്ചു വെക്കപ്പെട്ടിരിക്കുന്ന ഒരു അജണ്ടയാണോ? ഇതൊക്കെയാണ് എനിക്ക് ഇതിൽ ചോദിക്കാനുള്ളത്. ഇതിലെന്താ സാറിന് തോന്നുന്നത്? അതുകൂടെ നമുക്ക് പറഞ്ഞുകൊണ്ട് ഈ സംസാരം നമുക്ക് അവസാനിപ്പിക്കാം. രണ്ട് തരത്തിൽ വരാം ഇത്. ഒന്ന്, ഈ സനാതന ധർമ്മത്തെ ഇല്ലാതാക്കുക. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ നടക്കുന്നതാണല്ലോ. സനാതന ധർമ്മത്തെ ഇല്ലാതാക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ ചെയ്യാം. അതാണ് നമ്മള് പിന്നെ തിരുച്ചെന്തൂർ ക്ഷേത്രം, ഇപ്പൊ തിരുപ്പറങ്കണ്ടത്ത് വിളക്ക് കത്തിക്കത്തില്ല, കാർത്തിക വിളക്ക് കത്തിക്കത്തില്ല എന്നൊക്കെയുള്ള നിലപാടുകൾ. അത് ധർമ്മത്തിനെതിരെ ഉള്ള പ്രചരണം നടത്തുക. അങ്ങനെ പറഞ്ഞ മിടുക്കന്മാരായ ശേഷം ജനങ്ങളുടെ വോട്ട് മേടിച്ചിട്ട് പിന്നെ ഭരണം നടത്തുക. അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. കർണാടകത്തിലെ സ്ഥിതി തന്നെയാണ്.
കർണാടകത്തിൽ ഇപ്പൊ മറ്റൊരു തരത്തിലാണ്. മറ്റൊരു തരത്തിൽ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാഭം കാണുക, ലാഭം കണ്ടെത്തുക. ലാഭം കണ്ടെത്തി ഇപ്പൊ ആ ഭക്തജനങ്ങളെ അകറ്റാനാകെ എന്ത് മാർഗമാണ്? ഇപ്പൊ സ്ത്രീകളെ കുഴിച്ചിട്ടിരിക്കുന്നു, സ്ത്രീകളുടെ ഡെഡ് ബോഡി ഉണ്ട്. ഈ ക്ഷേത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ സുരക്ഷിതരല്ല, അവരെ ചിലപ്പോൾ ബലാത്സംഗം ചെയ്യപ്പെടാം, കൊലപാതകം ഉണ്ടാകാം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരാരും വരത്തില്ല. സ്ത്രീകളാണല്ലോ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളെയും മറ്റും കൂടുതലായിട്ട് ആശ്രയിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ ലോബി എന്ന് പറയുന്നത്. പിന്നെ ഭൂമി കയ്യേറ്റ ലോബിയെക്കാട്ടിലുപരിയായിട്ട് മതവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ലോബിയും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ വഖഫ് വേണ്ട വിഷയങ്ങൾ കണ്ടില്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ തളിപ്പറമ്പിൽ നിന്ന് വന്നൊരു വലിയ വാർത്ത കണ്ടില്ലേ? ഈ പ്രദേശം കണ്ടില്ലേ? തളിപ്പറമ്പില് 400 ഏക്കർ ഭൂമിയാണ് വഖഫ് ഭൂമിയായിട്ടുള്ള ക്ലെയിം വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. 400 ഏക്കറാണ്. 400 ഏക്കർ ഭൂമി വഖഫ്. ഇനി തളിപ്പറമ്പില് ആ ക്ഷേത്രം അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ രാജരാജേശ്വര ക്ഷേത്രം എന്ന് പറയുന്ന ഒരു വലിയ ക്ഷേത്രമാണ്, മഹാക്ഷേത്രമാണ്. സൗത്ത് ഇന്ത്യയിലെ ഒരുപാട് നടന്മാരും പിന്നെ സിനിമാക്കാരടക്കമുള്ള ഒരു ജയലളിത വലിയ വിശ്വാസിയായിരുന്നു ആ ക്ഷേത്രത്തിന്റെ, രാജരാജേശ്വര ക്ഷേത്രം. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ത്രീകൾക്ക് രാത്രി 7 മുതൽ 7:30 വരെ ദർശനമുള്ളൂ. അല്ലാത്ത സമയത്ത് അവിടെ സ്ത്രീകൾക്ക് അനുവദനീയമല്ല. അങ്ങനെയാണ് ഒരു വലിയ രാജരാജേശ്വരൻ ശിവന്റെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് അവിടുത്തേത്. വളരെ പൗരാണിക ക്ഷേത്രമാണ്, വളരെ പുരാതനമായ ക്ഷേത്രമാണ്. അപ്പൊ അങ്ങനെയുള്ള അതിനകത്ത് പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ആ ക്ഷേത്രത്തിൽ ഏതായാലും 400 ഏക്കർ ഭൂമിയാണ് തളിപ്പറമ്പിൽ വഖഫ് ഭൂമിയില് ആയിട്ട് ക്ലെയിം വന്നിരിക്കുകയാണ്. ആ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തെന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ നമ്മൾ മുനമ്പം വിഷയം, ഇപ്പൊ നമ്മൾ കേൾക്കുന്ന വിഷയം, ഇതെല്ലാം ഒരു സമൂഹത്തിനെ, ഒരു ഹിന്ദു സമുദായത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ഭക്ത സമൂഹത്തിനെ വല്ലാതെ മുറിവേൽപ്പിക്കത്തക്ക രീതിയിൽ പറയുന്ന ഒരു പ്രവണതയായി തീർന്നിരിക്കുകയാണ് അല്ലേ? ഇതിന്റെ നിയമവശം അങ്ങനെ തന്നെയാണ്. ഇതിനിപ്പോ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഇപ്പൊ എന്നിട്ട് ഇത് വഖഫ് ഭൂമി അല്ല, അല്ലെങ്കിൽ ഇത്തരം ഭൂമി അല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത നമുക്ക് വരികയാണ്. ഇപ്പൊ അയ്യപ്പദാസന്റെ അച്ഛനോ അല്ലെങ്കിൽ നിങ്ങളുടെ മുതുമുത്തച്ഛനോ ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ചൊരു ഭൂമി അത് വഖഫ് ഭൂമിയാണ് അല്ലെങ്കിൽ തർക്കഭൂമിയാണെന്ന് ഇപ്പൊ വ്യവഹാരം വന്നു കഴിഞ്ഞാല് അതല്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത അയ്യപ്പദാസനാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്ന് തപ്പിയെടുക്കുന്ന രേഖകളൊക്കെ നിങ്ങൾക്കാണ്. ഇത് അങ്ങനത്തെ ഭൂമിയല്ല, ഇതെന്റെ ഇവര് മുത്തച്ഛന്മാര് വില കൊടുത്ത് വാങ്ങിച്ചതാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത താങ്കൾക്കാണ്. അയ്യപ്പദാസനാണ് വരുന്നത്. അതാണ് നമ്മുടെ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കിടക്കുന്നത്. ഏതായാലും സാറിന് എന്ത് തോന്നുന്നു ഈ പറയുന്ന രീതിയിൽ ഈ ഒരു സാധാരണ ഒരു കൂലിത്തൊഴിലാളിയായ ഇയാളെ ഇതിൽ കുരുക്കിയതാണെന്നും പ്രകാശ് രാജ് പറഞ്ഞിട്ട് 50 ലക്ഷം വാഗ്ദാനം ചെയ്തതാണെന്നൊക്കെയുള്ള ഈ കഥ ഇനി എന്തായി തീരാനാണ് സാധ്യത? ഹൈക്കോടതിയിൽ അയാൾ വെറുതെ പറയില്ലല്ലോ. അതാണ്, ഹൈക്കോടതിയിൽ എന്തായാലും വെറുതെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കത്തില്ല. കോടതി മുമ്പാകുന്ന ഒരു സത്യവാങ്മൂലം ഒരിക്കലും കൊടുക്കത്തില്ല അയാള്. കാരണം വെച്ചാൽ അത് ആരെയാണ്? സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ഒരു നടനെ കേന്ദ്രീകരിച്ചിട്ടാണ് 50 ലക്ഷം രൂപ ഓഫർ ചെയ്തെന്ന് പറയുന്നത്. പക്ഷെ ഇയാൾ പറയുന്നതിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ, പിന്നെ 100ഓളം സ്ത്രീകളെ കൊന്നവിടെ ബലാത്സംഗം ചെയ്ത് കുഴിച്ചിട്ടെന്നുള്ളത് സത്യമല്ല. കാരണം ഇതുവരെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഒരുമാതിരി വളരെ 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 വലിയ കള്ളങ്ങളാണ് പറഞ്ഞു വെച്ചത്. വളരെ വിശ്വസിക്കാൻ ഇപ്പൊ കേൾക്കുമ്പോൾ തന്നെ അത് അന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വിശ്വസിക്കാൻ, സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അത് മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ കുറേ അതിന്റെ പിറകെ പോയ ദിവസങ്ങൾ നിരവധിയാണ്. നമുക്കത് ഓർമ്മയുണ്ട്. അതിന്റെ പിറകെ തന്നെ ഉണ്ടായിരുന്നു മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ തന്നെ, പ്രത്യേകിച്ച് വിഷ്വൽ മീഡിയ. ഏതായാലും സാർ, നമുക്ക് ഇതിന്റെ മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ, ഞാൻ പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ സാർ. അപ്പൊ നമുക്ക് ഇതിന്റെ തുടർന്ന് ഇപ്പൊ പ്രകാശ് രാജിന്റെ പ്രതികരണം വരാൻ നമുക്ക് ഇനിയും സമയമെടുക്കുമായിരിക്കും. വരട്ടെ. പിന്നെ കർണാടക ഹൈക്കോടതി ഈ കേസ് എടുത്തിരിക്കുന്നു. ഇങ്ങനെ ഇതിന്റെ തുടർന്നുള്ള ചർച്ചകൾക്കായി നമുക്ക് തുറന്നു വിരിക്കാം. അപ്പോൾ ആ വാർത്തകൾ എന്താണെന്ന് നമുക്ക് ആ സമയത്ത് നമുക്ക് തുറന്നും ചർച്ച ചെയ്യാം. നന്ദി. താങ്ക് യു സാർ.